ACL റീകൺസ്ട്രക്ഷൻ സർജറിക്ക് ശേഷം നടക്കാനായിട്ട് വോക്കർ ആണോ അതോ എൽബോ ക്രച്ച് ആണോ നല്ലത് എന്ന് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചത് വോക്കറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൽബോ ക്രച്ച് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മാക്സിമം പ്രൊട്ടക്ഷനിൽ നിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് എക്സസൈസസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നടക്കാനായിട്ടുള്ള ട്രെയിനിങ് തരുന്നത് എന്നുള്ള ഫാക്ടർ നിങ്ങൾ കണക്കിലെടുക്കണം. കാരണം എല്ലാവർക്കും എൽബോ ക്രച്ച് വെച്ചിട്ട് നടക്കാൻ സാധിക്കില്ല. എന്നാൽ എൽബോ ക്രച്ച് വെച്ച് നടക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അത് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള എൽബോ ക്രച്ച് വെച്ച് നടക്കാനായിട്ട് ഒരു സ്കിൽ ആവശ്യമാണ്. ഈ സ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നേടിയെടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ബാലൻസും കാര്യങ്ങളൊക്കെ വരും. സാധാരണ വോക്കർ വെച്ച് നടക്കുന്ന ആളുകളെ അപേക്ഷിച്ചിട്ട് എൽബോ ക്രച്ച് വെച്ച് നടന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് റീഹാബ് ഫേസിൽ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എൽബോ ക്രച്ച് ആണ്. എന്തുകൊണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് കൂടുതലുള്ള അല്ലെങ്കിൽ റിസ്ക് ഓഫ് ഫോൾ വീഴാനായിട്ട് ചാൻസ് കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഞങ്ങൾ കുറച്ചും കൂടി സപ്പോർട്ട് നൽകുന്ന വോക്കർ ഫ്രെയിം ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഓരോ ആളുകൾ അനുസരിച്ചിട്ടും അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അനുസരിച്ചിട്ടും ചെയ്യുന്ന സർജിക്കൽ ടെക്നിക്ക് അനുസരിച്ചിട്ടും അതിൻ്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ചിട്ടും റീഹാബ് ഫോളോ ചെയ്യേണ്ട രീതികൾ അനുസരിച്ചിട്ടും ഒക്കെയാണ് സജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വോക്കർ ആവശ്യമില്ല, എല്ലാവർക്കും എൽബോ ക്രച്ചും ആവശ്യമില്ല. കറക്റ്റായിട്ട് ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ ആരുടെ അണ്ടറിലാണോ റീഹാബ് ചെയ്യുന്നത് അവരോട് തന്നെ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കഴിയുന്നതും ഇത് സർജറിക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത എക്സ്പെൻസസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കൂടി സാധിക്കും.